السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇതേപോലെ ദീനിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് റബ്ബിൻ്റെ പേരിൽ, റബ്ബിൻ്റെ ദീനിന് വേണ്ടി ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. നമ്മളതിനെ നിഅമത്തായിട്ട് തന്നെ കാണണം. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈ ദാറുൽ ഇഫ്താഇൻ്റെ ഉദ്ഘാടന സെക്ഷനും അതിനോടനുബന്ധിച്ചുള്ള പഠന ക്യാമ്പിൽ നമുക്ക് നൽകപ്പെട്ട വിഷയം എന്താണ് ഫിഖ്ഹ് എന്നതിനെ സംബന്ധിച്ചാണ്. ഇത്തരത്തിലൊരു വിഷയം ഇത് തിരഞ്ഞെടുക്കേണ്ട കാരണം, ദാറുൽ ഇഫ്താവുമായി ബന്ധപ്പെട്ട് സാധാരണ നിലക്ക് ഏറ്റവും കൂടുതൽ ഫത്വകൾ നൽകപ്പെടുന്നത് ഫിഖ്ഹിയുമായി ബന്ധപ്പെട്ട മസ്അലകളിലാണ്. കാരണം ആ ഫിഖ്ഹി മസ്അലകളായിരിക്കും കാലഘട്ടത്തിനനുസരിച്ച്, സ്ഥലകാല സമയത്തിനനുസരിച്ച് മാറ്റം വരുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യനുള്ള ഹുക്കുമായിരിക്കൂല രോഗിയായ മനുഷ്യനുള്ള ഹുക്കും, യാത്രക്കാർക്കുള്ള ഹുക്കുമായിരിക്കൂല നാട്ടിൽ താമസിക്കുന്ന വ്യക്തിക്കുള്ള ഹുക്കും, ഒരു പെണ്ണിനുള്ള ഹുക്കുമായിരിക്കൂല ആണിനുള്ളത് ഫിഖ്ഹി മസ്അലകളിൽ, ചെറിയ കുട്ടിക്കുള്ള ഹുക്കുമായിരിക്കൂല പ്രായപൂർത്തിയായവർക്കുള്ളത്. അതേപോലെ സമയകാല വ്യത്യാസം അനുസരിച്ച്, വ്യക്തികളനുസരിച്ച്, അവസ്ഥകൾ മാറുന്നതനുസരിച്ച് ഫിഖ്ഹിൻ്റെ മസ്അലകളിൽ അഹ്കാമുകൾക്കും വ്യത്യാസം വരും. എന്നാൽ അഖീദ അങ്ങനെയല്ല. അഖീദ എന്ന് പറയുന്നത് ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ ഒന്ന് തന്നെയാണ്. അതിലൊരു മാറ്റത്തിരുത്തലും നടത്തപ്പെട്ടിട്ടില്ല. അത് സമയകാല വ്യത്യാസം അനുസരിച്ച് മാറുകയും ഇല്ല. ആദർശം അതെപ്പോഴും ഒന്നാണ്. വ്യക്തികൾക്കനുസരിച്ചോ അവസ്ഥകൾക്കനുസരിച്ചോ സമയത്തിനനുസരിച്ചോ അതിലൊരു മാറ്റവും വരികയില്ല. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു പറയാണ്, വലഖദ് ബഅത്നാ, തീർച്ചയായും ഞാൻ നിയോഗിച്ചിരിക്കുന്നു, അയച്ചിരിക്കുന്നു, ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലേക്കും ദൂതന്മാരെ, പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. അവർക്കുള്ള പ്രത്യേകത എന്താ? ഒറ്റൊരു കാര്യത്തിനു വേണ്ടി മാത്രം, അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, തൗഹീദിനെ മുറുകെ പിടിക്കുക, ശിർക്കിനെ ഉപേക്ഷിച്ച് വലിച്ചെറിയുക. ഇതാണ് അഖീദ, ആദർശം. അതിൽ ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ ഒരേപോലെയാണ്, ഒരു മാറ്റവും അതിൽ വന്നിട്ടില്ല. എന്നാൽ ശരീഅത്ത് മാറിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അടിമകളുടെ ഇബാദത്ത് പരമായ, കർമ്മപരമായ കാര്യങ്ങൾ, അതിലൊരുപാട് മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ടുണ്ട്. മൂസാ നബിക്കുള്ള ശരീഅത്തല്ല ഈസാ നബിക്കുള്ളത്. ഈസാ നബിക്കുള്ള ശരീഅത്തല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അല്ലേ? ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. ഓരോരുത്തർക്കും വ്യത്യസ്ത ശരീഅത്തുകളാണ്. ഈ ഉമ്മത്തിൻ്റെ ശരീഅത്ത് ഇനി ഖിയാമത്ത് നാളൊരു ബാക്കിയാകും. ഈ ഉമ്മത്തിൻ്റെ ശരീഅത്ത് വരലോടുകൂടി മുമ്പ് പറയപ്പെട്ട എല്ലാ ശരീഅത്തുകളും നസ്ഖ് ചെയ്യപ്പെട്ടു, അതായത് ഉയർത്തപ്പെട്ടു. ഇനി ഒരാൾ ഞാൻ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. ഇനി ഞാൻ ഇഞ്ചീൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. ഖുർആന്റെ വരവോടുകൂടി മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്തുകളും നസ്ഖ് ചെയ്യപ്പെട്ടു റസൂലുള്ളാഹി തങ്ങളുടെ ബിഅ്സത്തോടുകൂടി. ഇനി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ഇനി മൂസാ നബി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈസാ നബി വരികയാണെങ്കിൽ, അവരും റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് കൊണ്ടായിരിക്കണം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി നുസൂൽ ഈസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. എന്നിട്ട് ഈസാ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് കൊണ്ടായിരിക്കും
രാജ്യം ഭരിക്കുക. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്തോടു കൂടി മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്തുകളും നസ്ഖ് ചെയ്യപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്തിൽ തന്നെ പണ്ഡിതന്മാർ രണ്ട് വിഭാഗമാക്കി അഹ്കാമുകളെ രണ്ട് വിഭാഗമാക്കി. അതിലൊന്നാമത്തെ വിഭാഗം അൽ ഉസൂൽ, രണ്ടാമത്തത് അൽ ഫുറൂ. ഉസൂലും ഫുറൂ. ഈ ഉസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മസായിലുൽ മുജ്മഅ അലൈഹ, പണ്ഡിതന്മാർ ഏകോപിച്ച മസ്അലകളിൽ ഏകോപിച്ച മസ്അലകൾ, ഹുക്കുമിൽ ഏകോപിച്ച മസ്അലകൾ, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, അങ്ങനെയുള്ള മസ്അലകൾ. ഏതൊക്കെയാണത്? ഒന്ന് അൽ മസായിലുൽ അഖ്ദിയ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള മസ്അലകൾ. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുള്ള വിശ്വാസം, റുബൂബിയത്തുള്ള വിശ്വാസം, ഉലൂഹിയത്തുള്ള വിശ്വാസം, അതേപോലെ വിശ്വാസപരമായ മലായിക്കത്തുള്ള വിശ്വാസം, കിതാബുകളുടെ വിശ്വാസം, പരലോകമായിട്ടുള്ള വിശ്വാസം, ഖലാ ഖദറിലുള്ള വിശ്വാസം, ഇതൊക്കെ അഖദിയായ മസ്അലയിൽ പെട്ടതാണ്, ഒരു മാറ്റത്തിരുത്തുകൾക്കും വിധേയമല്ല. രണ്ടാമത്തത് നിസ്കാരം പോലുള്ള കാര്യങ്ങൾ. നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് മുജ്മഉൻ അലൈഹിയായ മസ്അലയാണ്, അത് ഉസൂലാണ്, ദീനിൻ്റെ അടിസ്ഥാനമാണ്. ഒരാൾ നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹുക്കം എന്താ? കാഫിർ. എന്തുകൊണ്ട്? മുജ്മഉൻ അലൈഹിയായ ഉസൂലായ ഒരു കാര്യത്തെ നിഷേധിച്ചു. അള്ളാഹു മാത്രമല്ല ദുആ ചെയ്യാൻ അർഹൻ, ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമല്ല, റബ്ബിൻ്റെ കൂടെ വേറെ ആൾക്കാരുമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ കാഫിർ. എന്തുകൊണ്ട്? മുജ്മഉൻ അലൈഹിയായ മസ്അലക്കെതിരാണ്. സകാത്ത് മുജ്മഉൻ അലൈഹിയായ മസ്അലയാണ്, ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ തന്നെ ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുർത്തദ്ദായി പോയ ആൾക്കാരുടെ യുദ്ധം ചെയ്തു. അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറച്ചു വിശ്വസിച്ച മുഅ്മിനായി മുവഹിദായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങളെങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അല്ലേ? സ്വാഭാവികം. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി, റസൂലിനെ കണ്ട് പരിശീലിച്ച് ജീവിച്ച സഹാബാക്കൾ ജീവിക്കുന്ന കാലം. അബൂബക്കർ സിദ്ദീഖ് ഭരണമേറ്റെടുത്തു. ഹിജ്റ 11-ാം വർഷം റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. ആ ഭരണത്തോട് 3 വർഷത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ഹിജ്റ 13 വരെയാണ് അബൂബക്കർ സിദ്ദീഖ് രാജ്യം ഭരിച്ചത്, 2 വർഷവും 6 മാസവും. ഈ 2 വർഷത്തിനിടയിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഒന്ന്, മുർത്തദ്ദീങ്ങളോട് ചെയ്ത യുദ്ധം, ഹിജ്റ 12-ാം വർഷത്തിൻ്റെ തുടക്കത്തിൽ. ആ യുദ്ധം ഉണ്ടായത് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സമൂഹം, സഹാബാക്കൾ, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം നമ്മൾ സകാത്ത് കൊടുക്കൂല എന്നവർ വാശി പിടിച്ചു. കാരണം സകാത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം ബാധകമാണ്, റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ബാധകമാണ് സകാത്ത്, നമ്മൾ സകാത്ത് കൊടുക്കൂല. അവർ വാശി പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ല ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, സകാത്ത് വേറെ നമസ്കാരം വേറെ ആക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും. കാരണം രണ്ടും മുജ്മഉൻ അലൈഹിയായ മസലയാണ്. ഒരാൾ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു, റസൂലുള്ളാഹിയുടെ കാലത്ത് മാത്രമേ നിസ്കാരം ബാധകമുള്ളൂ, റസൂൽ വഫാത്തിന് ശേഷം നിസ്കാരമില്ല എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ പറയും കാഫിറാണ്. അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമാണ് സകാത്ത് ബാധകം, ശേഷം സകാത്ത് ബാധകമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ്, നമ്മൾ യുദ്ധം ചെയ്യും. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, അവർ നിസ്കാരത്തെയും സകാത്തിനെയും വേർതിരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അവരെന്തൊക്കെയാണോ സകാത്തായിട്ട് കൊടുത്തത്, എൻ്റെ കാലഘട്ടത്തിനും അത് കൊടുക്കുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. എന്തുകൊണ്ട്? അവർ സകാത്തിനെ നിഷേധിച്ചു, മുർത്തദ്ദായി എന്നതിൻ്റെ പേരിൽ. ഇതെന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? മുജ്മഉൻ അലൈഹിയായ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസത്തിന് വകയേയില്ല. ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. അതേപോലെ നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പ് മുജ്മഉൻ അലൈഹിയാണ്. റമദാൻ മാസത്തിലെ നോമ്പ് മുജ്മഉൻ അലൈഹിയാണ്. വമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ഒരാൾ റമദാൻ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓൻ നോമ്പെടുക്കണം. മറ്റുള്ള മവാനികൾ ഇല്ലാതായാൽ, ശുറൂത്തുകൾ പരിഹരിക്കപ്പെടുകയും മാനികൾ ഇല്ലാതാവുകയും ചെയ്താൽ ഒരാൾ നോമ്പെടുക്കണം. മുജ്മഉൻ അലൈഹിയാണ്. അതാണ് നമ്മൾ ഉസൂല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അഹ്കാമുകൾ അൽ ഫുറൂ. ഫുറൂ എന്ന് പറഞ്ഞാൽ മുഖ്തലഫുൻ ഫീഹായ മസ്അലകൾ. അത് മുജ്മഉൻ അലൈഹി ആയിരിക്കൂല. ഏതുപോലെ? നിസ്കാരത്തിന് ചില അഹ്കാമുകളെ പോലെ. ഒരു ഉദാഹരണം പറയാം, വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം.
ഒരാൾ നിസ്കാരത്തിൽ കൈകെട്ടി, റുക്കൂലേക്ക് പോയി ഇഅ്തിദാലിലേക്ക് വന്നു. ഇഅ്തിദാലിലേക്ക് വന്ന അയാൾ രണ്ടാമതും കൈകെട്ടി. ഇത് കണ്ടപ്പോൾ വേറൊരാൾ പറഞ്ഞു, അതിന് കൈകെട്ടാൻ പറ്റൂല, കൈ താത്തിടണം. അതിന് ഇസ്ദാൽ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇർസാൽ. ഇർസാൽ കൈകെട്ടുക, രണ്ടാലൊന്ന്, ഒന്നുകിൽ കൈകെട്ടുക അല്ലെങ്കിൽ കൈ താത്തിടുക. അപ്പോൾ ഒരാൾ പറഞ്ഞു കൈ താത്തിട്ടാണ് റസൂലുള്ളാഹിയുടെ സുന്നത്ത്, മറ്റേ പറഞ്ഞല്ല കൈ കെട്ടലാണ് സുന്നത്ത്. ഈ മസല എന്താ? മുഖ്തലഫും ഫീഹിയായ മസലയാണ്. ഇത്തിഫാഖുണ്ട് അതിൽ? ഇല്ല. മുഖ്തലഫും ഫീഹിയായ മസലയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, സ്വാഭാവികം. എന്നാൽ മറ്റേതുപോലെയല്ല. അതേപോലെ തന്നെ വ്യത്യസ്തമായ നോമ്പിൻ്റെ വിഷയങ്ങൾ. നോമ്പ്, ഒരാൾ അറിയാതെ കല്ലില്ലേ, അയാളെ പല്ലിൻ്റെ ഇടയിൽ കല്ല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ അറിയാതെ ആ കല്ല് ഉള്ളിലേക്ക് പോയി. അതല്ലെങ്കിൽ അയാളെ പല്ല് പൊട്ടി, കഷ്ണം പല്ല് പൊട്ടി, ആ പല്ല് അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് പോയി, നോമ്പ് മുറിയോ? അതേപോലെ മൂക്കിൽ മരുന്നിട്ടിച്ചു, അല്ലെങ്കിൽ കണ്ണിൽ, അല്ലെങ്കിൽ ചെവിയിൽ, നോമ്പ് മുറിയോ? അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിൻ്റെ അർത്ഥം അത് മുജ്മഉൻ അലൈഹിയായ മസ്അലയല്ല, മുഖ്തലഫുൻ ഫീഹി, അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ശരീഅത്തിൻ്റെ അഹ്കാമുകൾ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് മുജ്മഉൻ അലൈഹി, രണ്ട് മുഖ്തലഫുൻ ഫീഹി. നമ്മുടെ വിഷയം ഫിഖ്ഹാണ്. എന്താണ് ഫിഖ്? ഫിഖ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മസ്അല, അതായത് മുഖ്തലഫുൻ ഫീഹിയായ മസ്അലകൾ. അത് പറയേണ്ട കാരണം ഫിഖിൻ്റെ അധിക മസ്അലകളും മുഅ്ലമുഹ അല്ലെങ്കിൽ അഅ്ലമുഹ അല്ലെങ്കിൽ അക്തറുഹ, അതിലധികവും മുഖ്തലഫുൻ ഫീഹിയായ മസ്അലകളാണ് ഫിഖിൽ. നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ വലിയ തെളിവുകൾ വേണം. ഒരുപാട് തെളിവുണ്ട് ഖുർആനിൽ. ആരെങ്കിലും ചോദിക്കുക നിസ്കാരം നിർബന്ധമാണോ ഇല്ലയൊന്നും? അല്ല. അപ്പോൾ നിസ്കാരം വാജിബാണെന്ന് മുജ്മഉൻ അലൈഹി. ആ നിസ്കാരത്തിൻ്റെ അഹ്കാമുകൾ അധികവും മുഖ്തലഫുൻ ഫീഹിയായ മസ്അലകളാണ്. അതാണ് ഫിഖിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഉദാഹരണം പറയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാവും. ഫിഖ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ്. അവരുടെ പണ്ഡിതന്മാർ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ഹുക്മുകളും പറഞ്ഞവരാണ്. അതുകൊണ്ട് ഫിഖിൻ്റെ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പരസ്പരം ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായ? ഇതാണ് ചുരുക്കം. കാരണം ഫിഖിൻ്റെ അധിക മസ്അലകളും ഇജ്തിഹാദിയാണ്, മുഖ്തലഫുൻ ഫീഹിയാണ്. അത് സഹാബാക്കൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഖിൻ്റെ മസ്അലകളിൽ ഒരാൾ അഭിപ്രായ വ്യത്യാസമായാൽ, ഒരാൾ പറഞ്ഞു എത്തിയാൽ ഞാൻ കൈകെട്ടും, മറ്റയാൾ പറഞ്ഞു എനിക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് കൈ കെട്ടേണ്ട, താത്തിടണം എന്നുള്ളതാണ്. രണ്ടുപേർക്കും അവരുടേതായ ഇജ്തിഹാദുണ്ട്, അവരുടേതായ ദലീലുകളുണ്ട്, അവരുടേതായ മുനാക്കശകളും അഭിപ്രായങ്ങളുമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, മസ്അലയുമുണ്ട്. അതിൻ്റെ പേരിൽ ഒരാൾ മറ്റൊരാൾ ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനപ്പെട്ട രണ്ട് പേര്, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല, അതേപോലെ ഇബ്നു ബാസ് റഹ്മഹുല്ല, മൂന്ന് പേരും ഇഅ്തിദാലിൽ കൈകെട്ടേണ്ട വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഒരു കൂട്ടർ പറഞ്ഞു കൈ കെട്ടണം, ഒരു കൂട്ടർ പറഞ്ഞു കൈ താത്തിടണം. ആരും പരസ്പരം തഫ്സീഖ് നടത്തിയിട്ടില്ല, തബ്ദീൽ നടത്തിയിട്ടില്ല, ഖുറാഫിയാണെന്നും മുബ്തദിയാണെന്നും പരാമർശിച്ചിട്ട് പോലുമില്ല. ഇതാണ് ഫിഖിൻ്റെ മസ്അലകളിൽ നമ്മളുടെ സമീപനം. ഫിഖ് മസ്അല ഇജ്തിഹാദിന് വകയുള്ളതാണ്, അഖീദ പോലെയല്ല. അള്ളാഹു ഏകനാണ്, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ എന്ന വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ മനുഷ്യരായിട്ട് പ്രഖ്യാപിക്കാനും പാടില്ല, മനുഷ്യൻ്റെ പുറത്താണ്, ഹുക്മ് വേറെയാണ്. കാരണം അത് മുജ്മഉൻ അലൈഹിയായ മസ്അലയാണ്. എന്നാൽ ഫിഖ് അങ്ങനെയല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൽ ഇജ്തിഹാദുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഖിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പരസ്പരം തബ്ദീഅ് പാടില്ല, തഫ്സീഖ് പാടില്ല, ഒന്നും പാടില്ല, ആക്ഷേപവും പാടില്ല. ഓരോരുത്തർക്കും അവരുടെ ഇജ്തിഹാദ് അനുസരിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഫിഖിൻ്റെ ചില മസ്അലകൾ പണ്ഡിതന്മാർ, ഇബ്നു ബത്തയെ പോലുള്ള പണ്ഡിതന്മാർ എത്ര മുജ്മഉൻ അലൈഹിയായ മസ്അലയുണ്ട്, എത്ര മുഖ്തലഫുൻ ഫീഹിയ മസ്അലയുണ്ട്, ഏകദേശം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് മുസ്തഹീലാണ്. ഒരിക്കലും കറക്റ്റ് മസ്അല എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എങ്കിലും ഹജ്ജാവിയെ പോലുള്ള, സാദുൽ മുസ്തഖീനെ പോലുള്ള ഗ്രന്ഥങ്ങൾ ഇമാം ഹജ്ജാവി റഹ്മഹുല്ല അദ്ദേഹം മുഖ്തലഫുൻ ഫീഹിയായ മസ്അലകൾ ഏകദേശം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. 6000 ചില്ലാന മസ്അലകൾ മുഖ്തലഫുൻ ഫീഹിയാണ്. അതേപോലെ ഇബ്നു ബത്ത അദ്ദേഹം മുജ്മഉൻ അലൈഹിയ മസ്അല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം കണക്ക് വെച്ച് 4018ഓളം മസ്അലകൾ മുത്തഫഖുൻ അലൈഹിയ മുജ്മഉൻ ഫീഹിയായ മസ്അലകളാണ്. ഇതൊന്നും ഏകദേശം കൃത്യ കണക്കല്ല, തഖ്രീബിയാണ്, ഏകദേശം. കാരണം അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുസ്തഹീലാണ്, പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പണ്ഡിതന്മാർ അവരുടെ ഇതനുസരിച്ച്
ഏകദേശ കണക്ക് വെച്ച് 6000 മസ്അല മുഖ്തലഫു ഫീഹിയും 4018 മസ്അല മുത്തഫഖുൻ അലൈഹി മുജ്മഉൻ അലൈഹി മസ്അലയായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകൾ കാണാം. ചില കിതാബുകൾ കാണാം ഇബ്നു റുഷ്ദിൻ്റെ ബിദായത്തുൽ മുജ്തഹിദ് പോലെ, അതുപോലെ ഇബ്നു ഖുദാമയുടെ മുഗ്നി പോലെ, അതിൽ ഇമാം നവവിയുടെ ഷർഹുൽ മുഹദ്ദബ്, കിതാബുൽ മജ്മൂ, ഈ കിതാബുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം ക്രോഡീകരിച്ച കിതാബുകൾ. ഇബ്നു റുഷ്ദിന്റെ കിതാബ് ബിദായത്തുൽ മുജ്തഹിദ് വ നിഹായത്തുൽ മുഖ്തസിദ്, ആ കിതാബിന്റെ പ്രത്യേകത ഇത്ര വണ്ണുള്ള കിതാബാണ്. ആ കിതാബിന്റെ തുടക്കം മുതൽ അവസാനം വരെ മസായിലുൽ ഖിലാഫിയ, ഫിഖിന്റെ എല്ലാ മസലകളും ആ കിതാബ് എടുത്ത് നോക്കിയാൽ നമുക്ക് തോന്നും ഫിഖിന്റെ ഏത് മസലയിലാണ് മുത്തഫഖുൻ അലൈഹി ആയത് എന്ന് നമുക്ക് തോന്നും. കാരണം എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം ഒന്ന് മുതൽ, അതായത് തുടങ്ങുന്ന ത്വഹാറത്ത് മുതൽ അവസാനം കിതാബുൽ ജിനായാത്ത് വൽ ഹുദൂദ് വരെയുള്ള എല്ലാ മുഖ്തലഫും ഫി ഹദീസുകൾ അതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകത, ആദ്യം മസ്അല പറയും, ത്വഹാറത്ത് ബാബ്, കിതാബു ത്വഹാറ, അതിൽ ഒന്നാമത്തെ ബാബ് പിന്നെ അക്സാമുൽ മിയാ, അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില പണ്ഡിതന്മാർ 2 വിഭാഗമാക്കി വെള്ളത്തെ, ചിലർ വെള്ളത്തിന് 3 വിഭാഗമാക്കി, ചിലർ ഒരു വിഭാഗം ഒറ്റ വിഭാഗമാക്കി അവരുടെ അഭിപ്രായങ്ങൾ കൊടുക്കും, പിന്നെ അവരുടെ ദലീലുകൾ കൊടുക്കും, പിന്നെ ആവശ്യത്തിന് പിന്നെ മുനാഖശ കൊടുക്കും, പിന്നെ സബബുൽ ഖിലാഫ് കൊടുക്കും. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി? ഇതൊന്നും ആരും അവരുടെ ഇച്ഛക്കനുസരിച്ച് അവരുടെ നമ്മൾ പറയുന്നത് പോലെ എനിക്കത് നന്നായി തോന്നുന്നത് ഇതാണ്, എൻ്റെ കാലഘട്ടത്തിനും എൻ്റെ വീട്ടിലും സമയത്ത് യോജിക്കുന്ന ഇതാണ് എന്ന അടിസ്ഥാനത്തിലല്ല ഇവരാരും മസ്അലകൾ സമീപിച്ചത്. മറിച്ച് അവർ ദീനിൻ്റെ പണ്ഡിതന്മാർ നിയമമാക്കിയിട്ടുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ എങ്ങനെ സമീപനം നടത്തണം എന്ന ഉസൂലിയായ പിന്നെ മുത്തഫഖുൻ അലൈഹി ഖായിദകളും ദവാബിത്തുകളും വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഓരോ അഹ്കാമുകളും പറഞ്ഞിട്ടുള്ളത്. അവർ ഇച്ഛക്കനുസരിച്ചോ ഇഷ്ടത്തിനനുസരിച്ചോ താല്പര്യത്തിനനുസരിച്ചോ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സബുൽ ഖിലാഫ് പറയും, എന്തുകൊണ്ട് ഈ മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, ആ മസലകൾ പറയും. എന്നിട്ട് റാജിഹായ അഭിപ്രായം പറയും, ഇതാണ് കുറച്ചുകൂടി ദലീലിനോട് അടുത്ത മസ്അല. എന്നാൽ ഇബ്നു റുഷ്ദ് അൽ മാലിക്കി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ബിദായത്തുൽ മുജ്തഹിദ് എന്ന കിതാബിൽ അധിക മസ്അലകൾ, ഏകദേശം 70% മസ്അലകളിലും റാജിഹ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാ അറിയോ? റാജി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. 2 കൂട്ടർക്കും അവരുടേതായ തെളിവുകളുണ്ട്, അവരുടേതായ ഭാഗങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റാജി ചെയ്യാൻ പറ്റാത്ത 70% മസ്അലകളും ആ കിതാബിലുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. അതേപോലെ ഇബ്നു ഖുദാമൽ മഖ്ദസി അദ്ദേഹത്തിൻ്റെ മുഗ്നി എന്ന കിതാബ്, അതിലും ഏകദേശം 4 മദ്ഹബിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ബിദായത്തിൻ്റെ പ്രത്യേകത 4 മദ്ഹബും വിട്ട അപ്പുറം എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട്. മുഗ്നിയിൽ 4 മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളെങ്കിലും അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയും അവർ ദലീലുകളും മുനാഖശയും സബബുൽ ഖിലാഫും നടത്തിയിട്ടുണ്ട്. അതിനും ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ചില മസല റാജിഹാക്കി, ചിലത് റാജിഹാക്കാതെ വിട്ടു. എന്തുകൊണ്ട്? ഓരോ അഭിപ്രായക്കാരുടെയും തെളിവുകളും അവരുടെ ന്യായങ്ങളും ശക്തമുള്ളത് കൊണ്ട്, പരസ്പരം തർജീഹ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. ഫിഖ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിലൂടെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കലാണ്. അപ്പോൾ ഇജ്തിഹാദ് മാറുന്നതനുസരിച്ച് ഹുക്കുമുകളും മാറും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് ഖായിദകളുമുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അള്ളാഹ് നമുക്കിവിടെ സൂചിപ്പിക്കാം. അതിലൊന്നാമത്തത്, ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം വരേണ്ട കാരണം, ഫിഖിൻ്റെ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ചില ഒന്നാമത്തെ കാരണം തആറുദുൽ അദില്ലത്തി ശർഇയ്യ ഫീ നദറിൽ മുജ്തഹിദ്. മുജ്തഹിദിൻ്റെ വീക്ഷണത്തിൽ അദില്ലത്തുകൾ തആറുദായിട്ട് വരിക, എതിരായിട്ട് വരിക. അതല്ലെങ്കിൽ തഖ്തലിഫു തറായിഖിൽ ഫുഖഹാഇ ഫീ ജംഇ അവി തർജീഹ്, ഹദീസുകൾ ജംഉ ചെയ്യുന്നതിലും ഹദീസിനെ തർജീഹ് ചെയ്യുന്നതിലും പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലും ഫിഖിൻ്റെ അഹ്കാമുകൾ മാറും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 4 സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല. ഏതൊക്കെ സമയങ്ങൾ? ബുലുമറാൻ എന്ന ഹദീസല്ലേ, ബഅദൽ ഫജ്ർ ഹത്തൽ തുലു, പിന്നെ ഖബ്ലൽ ഖുറൂബ്, പിന്നെ സവാൽ, പിന്നെ ബഅദൽ അസ്ർ അല്ലേ. അങ്ങനെ തഫ്സീലായി 6 സ്ഥലങ്ങളും ഷോർട്ടായിട്ട് 3 സ്ഥലങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു. ആ 3 സ്ഥലം ഇതാണ്: 1 ഫജ്റിന് ശേഷം, 2 അസ്റിന് ശേഷം, 3 നട്ടുച്ച സമയം. നിസ്കാരം ഹറാമാണ് ഈ സമയത്ത്. ഫർദ് നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരം ഈ സമയത്ത് ഹറാമാണ്. ഇതാണ് ഹദീസ്.
ഇതേപോലെ വേറൊരു ഹദീസും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ലാ തജ്ലിസു ഹത്താ യർകഅ റകഅതൈൻ, നിങ്ങൾ പള്ളിയിലേക്ക് കയറിയാൽ തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. 2 ഹദീസ് മനസ്സിലായില്ലേ? ഒന്ന്, ഈ 3 സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. 2, പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. രണ്ടും സഹീഹായ മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പോൾ ഒരാൾ അസ്റിന് ശേഷം പള്ളിയിലേക്ക് കയറി, 2 കാര്യങ്ങൾ ഒരുമിച്ച് കൂടി. ഒന്ന്, റസൂലുള്ളാഹിയുടെ ഹദീസ്, നിങ്ങൾ അസ്റിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല, ഫർളല്ലാത്ത വേറെ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഹദീസ്, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ നിങ്ങൾ തഹിയ്യത്ത് നിസ്കരിക്കുക. എന്ത് ചെയ്യും? ഇയാൾ എന്ത് ചെയ്യുക? പണ്ഡിതന്മാർ ജമ്മ ചെയ്തു. ചില പണ്ഡിതന്മാർ പറഞ്ഞു തഹിയ്യത്ത് നിസ്കരിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിക്കാനേ പാടില്ല. രണ്ടാൾക്കും തെളിവുകളുണ്ട്, അവരിഷ്ടത്തിനനുസരിച്ച് പറഞ്ഞതല്ല. നിസ്കരിക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദു മനാഫിന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, ഈ ഭവനം കഅബാലയത്തിലേക്ക് ആരെങ്കിലും ഏത് സമയത്ത് കടന്നു വന്നാലും തവാഫ് ചെയ്യാൻ നിങ്ങളവരെ തടയാൻ പാടില്ല, അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം. ഏത് സമയത്ത് വന്നാലും, മുത്തലഖാൻ ആമ്മാൻ. ആ സമയത്ത് എന്ത് പെട്ടു? അസ്റിന് ശേഷം പെട്ടു, ഫജ്റിന് ശേഷം പെട്ടു, നട്ടുച്ച സമയത്തും പെട്ടു, എല്ലാ സമയത്തും പെട്ടു. ഇല്ലേ? പെട്ടില്ലേ? അപ്പോൾ തവാഫ് നിസ്കാരത്തിന് എന്താ ബന്ധം? ശ്രദ്ധിച്ചോ? അപ്പോൾ എല്ലാ തവാഫിന് ശേഷം റസൂലുള്ളാഹി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മുസ്തഹബാക്കിയിട്ടുണ്ട്. എല്ലാ തവാഫിന് ശേഷവും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മുസ്തഹബാണ്. അപ്പോൾ ഒരാൾ നട്ടുച്ച സമയത്ത് തവാഫ് ചെയ്തു, തവാഫിന് ശേഷം എന്ത് ചെയ്യും? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ തടയാൻ പാടില്ല, ജനങ്ങളെ തടയാൻ പാടില്ല എന്നാണ് റസൂലിൻ്റെ കൽപ്പന. അപ്പോൾ എന്ത് കിട്ടി? ദവാത്തുൽ അസ്ബാബായ നിസ്കാരങ്ങൾ, കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ ഈ പറയപ്പെട്ട 3 സമയത്ത് നിസ്കരിക്കാം, അനുവദനീയമാണ്. മനസ്സിലായ? അതേപോലെ വേറൊരു ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ സൂര്യഗ്രഹണം അതുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. ഏത് സമയത്തുണ്ടാകും? നട്ടുച്ച സമയത്ത് സൂര്യഗ്രഹണം ഉണ്ടായാൽ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ നിൽക്കുമോ? അതുണ്ടായാൽ നിങ്ങൾ നിസ്കരിക്കണം. ഏത് സമയത്തും. സൂര്യൻ രാവിലെ സൂര്യഗ്രഹണം ഉണ്ടായി, അല്ലെങ്കിൽ നട്ടുച്ചക്ക് ഉണ്ടായി, അല്ലെങ്കിൽ അസ്റിന് ശേഷം ഉണ്ടായി, നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് സൂര്യഗ്രഹണം നിസ്കരിക്കണം, ഖുസൂഫിന് നിസ്കരിക്കണം. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ ഹദീസിൽ നിന്ന് ആമായ ഹദീസിനെ മറ്റു ഹദീസ് ഖാസാക്കി. അപ്പം കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾക്ക് നിസ്കരിക്കാം എന്ന് കിട്ടി. ഇതാണ് ഒരു കൂട്ടർ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാരണങ്ങളുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഈ നിരോധിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കാം, ഒരു കൂട്ടം. മറ്റേ കൂട്ടർ പറഞ്ഞു ഇല്ല, അതും പാടില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ ആമായിട്ട് പറഞ്ഞതാണ്, ഈ സമയത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല. ഈ സമയത്ത് നിസ്കരിക്കുന്നതിൽ നിന്നും റസൂൽ തടയേണ്ട കാരണം എന്താ? ഇല്ലത്തെന്താ? സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, നട്ടുച്ച സമയം, സൂര്യൻ നേരെ മുകളിലുണ്ടാകുന്ന സമയം, ഈ സമയം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാരണം എന്താ? ആ നിസ്കാരം ചിലപ്പോൾ നിങ്ങൾക്ക് സൂര്യനെ ആരാധിക്കുന്നതിന് തുല്യമായേക്കാം. അല്ലേ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യ നിസ്കാരം കണ്ടിട്ടില്ലേ യോഗയിൽ ചെയ്യുന്നത്? അത് അപ്പം ഉണ്ടാകുക ഒന്നുകിൽ രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ നട്ടുച്ച സമയം. ഇത് 3 സൂര്യൻ്റെ പ്രത്യേക സമയങ്ങളാണ്. ആ സമയത്ത് നിസ്കാരം ജഹാലത്തിൽ വന്ന സഹാബാക്കൾക്ക് എന്ത് തോന്നിയേക്കാം? സൂര്യ നിസ്കാരം പോലെ തോന്നിയേക്കാം. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്തു? വസിയത്ത് ശിർക്കായിട്ട് അതിനെ തടഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു നിസ്കാരം. ഇതാണ് ഇല്ലത്ത്. അപ്പോൾ ഈ പണ്ഡിതന്മാരെന്ത് ചെയ്തു? അക്കാരണത്താൽ ഈ സമയത്ത് ഏത് നിസ്കാരവും പാടില്ല, കാരണം ഉള്ളതും പാടില്ല, കാരണം ഇല്ലാത്തതും പാടില്ല. നമ്മൾ എന്തിനെ തർജീഹ് ചെയ്യും? 2 കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകളുണ്ട്, അതിൻ്റെ ന്യായവാദങ്ങളും ഉണ്ട്. ഇതാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? വളരെ സിമ്പിളാണ് ഫിഖ്. അപ്പോൾ ഫിഖ് എന്നൊരു കാര്യം മനസ്സിലായി. ഒരാൾ നിസ്കരിച്ചാൽ അവൻ ആക്ഷേപിക്കാൻ പാടില്ല. മറ്റൊരാൾ ആ സമയത്ത് പറഞ്ഞു റസൂൽ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിസ്കരിക്കുന്നില്ല, അവൻ എന്ത് ചെയ്യാൻ പറ്റൂല? അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. ഇനി ഒരാൾ പള്ളി കയറി നിസ്കരിക്കാൻ മടി, അപ്പോൾ എന്ത് ചെയ്തു? ആ മടി കാരണം അയാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കുന്നില്ല, അവൻ കുറ്റക്കാരനാവും, അവൻ ആക്ഷേപിക്കപ്പെടും. കാരണം അവൻ എൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടതനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ ഫിഖിൻ്റെ മസ്അലകളിൽ ആക്ഷേപിക്കപ്പെടാൻ അവൻ അർഹനല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതാണ് ഒരു മസ്അല. രണ്ടാമത്തെ ഒരു മസ്അല മനസ്സിലാകുന്നുണ്ടല്ലോ? കേൾക്കുന്നില്ലേ? രണ്ടാമത്തെ ഒരു മസ്അല, ചില കലിമത്തുകൾ, ചില അറബി ഭാഷയിലെ ചില കലിമത്തുകൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷൻ്റെ പ്രത്യേകതയാണ്. അറബി ഭാഷ ശരിക്കും പഠിക്കാതെ ഒരാൾക്ക്
ദീനുൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ മനസ്സിലാക്കാൻ സാധിക്കൂല. കാരണം ഖുർആനും സുന്നത്തും അറബി ഭാഷയിലാണ്. അറബിയുടെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. അറബി അറിയാത്ത ഒരാളെ പണ്ഡിതെന്ന് വിളിക്കാൻ പോലും പാടില്ല എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയും. പരിശുദ്ധ ഖുർആനിൽ ചില അഹ്കാമുകൾ വരും. ഈ അഹ്കാമുകളൊക്കെ ഖുർആന്റെ ലഫ്ലുകളും ഹദീസിന്റെ ലഫ്ലുകളും അറബി ഭാഷയിലാണ്. അറബി ഭാഷയുടെ പ്രത്യേകത സാഹിത്യ ഭാഷയാണ് അറബി. ഒരു ഫസാഹത്തും ബലാഗത്തും നിറഞ്ഞ ഭാഷയാണ് അറബി. ആ അറബിൻ്റെ പ്രത്യേകത ചില കലിമത്തുകൾ മുഷ്തറക്കായിരിക്കും. മുഷ്തറക്കായ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്ത് പറയും, പക്ഷെ ആ കലിമത്തിന് 30ഓളം അർത്ഥങ്ങളുണ്ടാവും. 30ഓളം അർത്ഥങ്ങളുണ്ടാവും ഒറ്റ കലിമത്ത്. ലറബ എന്ന വാക്കിന് എത്ര അർത്ഥമുണ്ട്? മനഹലെടുത്ത് നോക്കിയാൽ എത്ര കാണാൻ പറ്റും? 30-35ഓളം അർത്ഥമുണ്ട് ഒരു വാക്കിന്. അതിൻ്റെ സിയാക്കും സാഹചര്യവും എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതനുസരിച്ച് അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞുതരാം. റഹിമ ഫി, റഹിമ അൻ. റഹിമ ഒരു ഫീലാണ്. റഹിമ ഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കതിനോട് താല്പര്യം തോന്നി എന്നാണ്. റഹിബ്തു ഫിൽ ഇൽതിഹാഖ് ബിൽ ജാമിഅ, ഈ ജാമിയയിൽ പഠിക്കാൻ എനിക്ക് താല്പര്യം തോന്നി എന്നർത്ഥം. റഹിബ അൻ, റഹിബ്തു അൻ ഇൽതിഹാഖ് ബിൽ ജാമിഅ, ഈ ജാമിയയിൽ പഠിക്കാൻ എൻ്റെ അർത്ഥം എന്താവും? എനിക്കിഷ്ടമല്ല, വെറുപ്പാണ്. അർത്ഥം മാറി. ഫി അതേപോലെ അൻ, ഈ രണ്ട് വാക്ക് മാറുന്നതനുസരിച്ച് അർത്ഥം മാറി. ഇതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ ചില കലിമത്തുകൾ മുഷ്തറക്കായിരിക്കും. മുഷ്തറക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അർത്ഥമുള്ളത്. അപ്പോൾ ഏതർത്ഥമാണ് റസൂൽ ഇവിടെ ഉപയോഗിച്ചത് എന്ന് തിരിച്ചറിയണം. അതിനാണ് ദലാലത്തുൽ അൽഫാൽ എന്ന് പറയുന്നത്. ഈ ദലാലത്തുൽ അൽഫാൽ പഠിക്കാതെ ശറഇന്റെ ഒരു ഹുക്കുമും പറയാൻ ഒരാളും യോഗ്യരല്ല. ഉസൂൽ ഫിഖ് 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഒന്നെന്താ? അദില്ലത്തുൽ അഹ്കാം. അദില്ലത്തുൽ അഹ്കാം, അഹ്കാം ഹുക്കുമുകളുടെ ദലീലുകൾ. രണ്ടാമത്തത് കൈഫിയത്തുൽ ഇസ്തിംബാത്തി വൽ ഇസ്തിദ്റാഖ്, എങ്ങനെ ഇസ്തിംബാത്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. മൂന്നാമത്തത് ദലാലത്തുൽ അൽഫാദ്. ദലാലത്തുൽ അൽഫാദ്, ഖുർആനിലെയും ഹദീസിലും വന്നിട്ടുള്ള ദലീലുകൾ എന്താണ് അർത്ഥം വെക്കുന്നത് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്താ? വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. വൽ മുതല്ലഖാതു, തലാഖ് ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ, യതറബ്ബസ്ന, അവർ ഇദ്ദയിരിക്കണം, സലാസത ഖുറൂ, മൂന്ന് ഖുറൂഇന്റെ സമയം. ഈ ഖുറൂ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഖുറൂ എന്ന് പറഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിച്ചോട്ടാ, ഈ ഖുറൂ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ 2 കാര്യത്തിന് ഉപയോഗിക്കാം. ഖുറൂ എന്ന വാക്കിന് അറബി ഭാഷ ഒരർത്ഥം തുഹുർ എന്നാണ്, ശുദ്ധി എന്നാണ് അർത്ഥം, ശുദ്ധി. രണ്ടാമത്തെ അർത്ഥം അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ അർത്ഥം ഖുർആനിൽ അറബി ഭാഷയിലുള്ളത് ഹൈദ് എന്നാണ്. ഒന്നുകിൽ ഹൈദ് അല്ലെങ്കിൽ തുഹുർ, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒരു പെണ്ണ് ഒന്നുകിൽ ഹൈദുള്ള പെണ്ണായിരിക്കും അല്ലെങ്കിൽ ഹൈദ് ഇല്ലാത്ത പെണ്ണായിരിക്കും. അതാണ് ഈ ഖുർആന്റെ അർത്ഥം. ഖുർആൻ ഒന്നുകിൽ ഹൈദുള്ളത് അല്ലെങ്കിൽ ഹൈദ് ഇല്ലാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? വൽ മുതല്ലഖാതു, തലാഖ് ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ, യതറബ്ബസ്ന, അവർ പ്രതീക്ഷിച്ചിരിക്കണം, ഹൈദ് ഇദ്ദയിരിക്കണം, സലാസത ഖുറൂ, 3 ഖുറൂ. ഖുർആന് ഹൈദ് എന്ന് അർത്ഥം വെച്ചവർ പറഞ്ഞു 3 ഹൈദ് കാലമാണ് അവൾ ഇദ്ദയിരിക്കേണ്ടത്. ഹൈദ് അല്ല തുഹറാണ്, ശുദ്ധിയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞവർ പറഞ്ഞു 3 ശുദ്ധികാലമാണ് അവളെ ഇദ്ദയിരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? ഇതാണ് ലഫ്ദ് മുഷ്തറക്ക് എന്ന് പറഞ്ഞ ലഫ്ലുകൾ. ഈ മുഷ്തറക്കായ ലഫ്ദ് ഇവിടെ ഏതാണെന്ന് പഠിക്കാതെ, തിരിച്ചറിയാതെ ഫിഖിന്റെ അഹ്കാമുകളും മസ്അലകളും നമ്മളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ പരിശോധിക്കണം. സഹാബാക്കൾക്കിടയിൽ പോലും ഈ കലിമത്തിന്റെ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു ഒരഭിപ്രായമാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറൊരു അഭിപ്രായമാണ് ഈ വിഷയത്തിൽ. അപ്പൊ ഏതാണോ ദലീലിന് അടുത്തത് അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ തുഹുറാണ് പിന്നെ ഇതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ പറഞ്ഞു ഈ ഖുർആൻ എന്നതിന്റെ അർത്ഥം ഹൈലാണ്, ആർത്തവമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം, എന്നാണ് എനിക്ക് ഖുർആനും സുന്നത്തും സലഫുകളുടെ ഖൗലിൽ നിന്ന് മനസ്സിലാകുന്നത്, ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുന്നു, അതായത് ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഫിഖ്. ഫിഖിന്റെ എല്ലാ മസ്അലകളും ഇതേപോലെയുള്ളതാണ്. വേറൊരു ഹദീസും കൂടി ഉദാഹരണമായിട്ട് പറഞ്ഞ പെട്ടെന്ന് തിരിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത്, ത്വലാഖ് ചെയ്യപ്പെട്ട പെണ്ണ്, ത്വലാഖ് 2 രൂപത്തിലുണ്ട്. ഒന്ന് ത്വലാഖ് റജ്ഇ, 2
ത്വലാഖുൽ ബാഇൻ. ത്വലാഖുർ റജ്ഈ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തലാഖ് ചെയ്യപ്പെട്ട പെണ്ണ്, ആ പെണ്ണിനെ ഇദ്ദകാലത്തിനിടയിൽ തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. ഇദ്ദ കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ നമുക്ക് സ്വീകരിക്കാം. ഇതാണ് ത്വലാഖുർ റജ്ഈ. ത്വലാഖുൽ ബാഇൻ എന്ന് പറഞ്ഞാൽ 3 തലാഖും ചെയ്യപ്പെട്ട പെണ്ണ്, ആ പെണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? വേറൊരാൾ കല്യാണം കഴിച്ചു, അയാൾ ആ പെണ്ണുമായി ബന്ധപ്പെട്ടു, ജിമാഇന് ശേഷം അയാൾ തലാഖ് ചൊല്ലി, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം? ആ പെണ്ണിനെ സ്വീകരിക്കാൻ. ഇത് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ തലാഖ് ചെയ്തൊരു പെണ്ണ് നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഹത്താ തൻകിഹ സൗജൻ ഗൈറ, വേറൊരാൾ കല്യാണം കഴിക്കണം. എന്നിട്ട് ഈ നകഹ യൻകഹു എന്ന വാക്ക്, ഹത്താ തൻകിഹ എന്ന് പറഞ്ഞാൽ നകഹ യൻകിഹു, ഈ തൻകിഹു എന്ന വാക്കിന് ഇവിടെ ഉദ്ദേശം എന്താ? അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ. ഒരു വിഭാഗം പറഞ്ഞു മുജറദുൽ അഖ്ദ്, കല്യാണം കഴിച്ചാൽ മതി, കല്യാണം കഴിച്ചാൽ മതി. നിക്കാഹിന് അവിടെ അർത്ഥം നിക്കാഹ് എന്നാണ്. സാധാരണ നിക്കാഹ് ഉണ്ടല്ലോ, നമ്മൾ കൈ കൊടുത്ത് സലാം പറയുന്ന നിക്കാഹ്, ആ നിക്കാഹാണ് ഇവിടെ ഉദ്ദേശം, മുജറദുൽ അഖ്ദ്. വേറൊരു കൂട്ടർ പറഞ്ഞു ഇവിടെ നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാ ആണ്. അപ്പൊ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, ജിമാവും സംഭവിക്കണം, എന്നിട്ട് തലാഖ് ചൊല്ലിയാലേ ആദ്യത്താക്ക് സ്വീകരിക്കാൻ പറ്റൂ. അഭിപ്രായ വ്യത്യാസമാർക്കിടയിൽ അത് ഈ കൂട്ടർ എന്ത് ചെയ്തു? ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് റാജിഹ് എന്ന അഭിപ്രായം പറഞ്ഞു. ഏതാ റാജിഹ് അഭിപ്രായം? ഏതാ? ജിമാ. അതിൽ ചില ഹദീസുകൾ അവർ പിൻബലമായി സ്വീകരിച്ചു. ഇതാണ് ഫിഖ്ഹിന്റെ അവസ്ഥ. എല്ലാ മസ്അലകളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കാരണം ഫിഖ് എന്ന് പറയുന്നത് യുബ്ന അല ദൻ, അത് ദന്നിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. അതിൽ എന്തുണ്ടാകാം? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിന് യോഗ്യരായ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ ഇൽമ അനുസരിച്ച് അവർ ഇജ്തിഹാദ് ചെയ്യുകയും എന്നിട്ട് ആവശ്യത്തിൽ ഹുക്മ് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ വിഷയത്തിൽ, ഫിഖ്ഹിന്റെ മസ്അലകളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കാനോ തഫ്സീഖ് നടത്താനോ തബ്ദീഅ് നടത്താനോ പാടില്ലാത്തതാണ് എന്ന് ഒരു മസ്അലയോട് പെട്ടെന്ന് എളുപ്പം പറഞ്ഞു നിർത്തി തരാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യും. അദില്ലത്തുൻ മുത്തഫഖുൻ അലൈഹ, അദില്ലത്തുൻ മുഖ്തലഫുൻ ഫീഹ. അദില്ലത്ത് 2 രൂപത്തിലാണ്. ഒന്ന് മുത്തഫഖുൻ അലൈഹിയായ അദില്ലത്ത്, പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച ദലീലുകൾ. ഏതൊക്കെയത്? അൽ ഖുർആൻ വസ്സുന്നത്ത് വൽ ഇജ്മാ വൽ ഖിയാസ്. ഏകോപിച്ച, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകോപിച്ച 4 ദലീലുകൾ. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള ചില ദലീലുകളുണ്ട്. എത്ര ഉള്ളതുകൊണ്ട്? 7. ചില പണ്ഡിതന്മാർ കൂടുതൽ എണ്ണിയിട്ടുണ്ട്. മുഖ്തലഫും ഫീഹിയായ ദലീലുകൾ. അത് ചില പണ്ഡിതന്മാർ അതിനെ ദലീലായിട്ട് കണ്ടു, ചിലർ ദലീലായിട്ട് കണ്ടിട്ടില്ല. അതിന് ഉദാഹരണം പറഞ്ഞുതരാം, പെട്ടെന്ന് തിരിയും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അടുക്കൽ അമലു അഹ്ലിൽ മദീന, മദീനക്കാരുടെ അമല് അദ്ദേഹത്തിന്റെ അടുക്കൽ മുഅ്തബറായ ഒരു ദലീലാണ്. മനസ്സിലാകുന്നുണ്ടോ? മുഅ്തബറായ ഒരു ദലീലാണ്. ആ ദലീലിന്റെ അടിസ്ഥാനം അദ്ദേഹം ചില ഹുക്മിന്, മസ്അലകൾക്ക് ഹുക്മ് പറയും. അദ്ദേഹം അതിന് മുഅ്തബറായ ദലീലായിട്ട് പരിഗണിച്ചിട്ടുണ്ടിരുന്നു. ഒരു മസ്അല പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖബറിന്റെ മേൽ ഇരിക്കാൻ പാടില്ല, അത് ചൂടുള്ള തീക്കനന്റെ മേൽ ഇരിക്കുന്നത് പോലെയാണ്, ഇരിക്കാൻ പാടില്ല, നിരോധിച്ചു. ഖബറിന്റെ മേൽ ഇരിക്കാൻ പാടില്ല. അതിൽ പണ്ഡിതന്മാർ ഇത്തിഫാഖാണ്, എല്ലാ പണ്ഡിതരും ഏക അഭിപ്രായം, നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി ഖബറിന്റെ മേൽ ഇരിക്കാൻ പാടില്ല. മുത്തഫഖുൻ അലൈഹി മസ്അല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഹറാമാണ്, പാടില്ലാത്തതാണ്. അതേപോലെ മലമൂത്ര വിസർജനം അല്ലാത്ത സമയത്ത് നിങ്ങൾ വെറുതെ ഖബറിന്റെ മേലെ പോയിട്ട് ഇരിക്കുക, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ദഫൻ ചെയ്യുന്ന സമയം ഖബറിന്റെ മേലെ ഇരിക്കുകയും ചവിട്ടുകയും ചെയ്യാം, ജായിസാണ്. ചവിട്ടണം എന്നല്ല കേട്ടോ, ജായിസാണ്. കാരണം ബഖീല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഖബറടക്കിയ സമയം ഒരു സഹാബി പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ ബദ്ർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വേണം, ആ സമയത്താണ് സൈനബ് മരണപ്പെടുന്നത് അല്ലേ. ഖബറടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ സംബന്ധിച്ച് അദ്ദേഹം സഹാബി പറഞ്ഞു, ഞാൻ പോകുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ സൈനബിന്റെ ഖബറിന്റെ മേലെ ഇരുന്നിട്ട് വൽ ഐനു തദ്രിഫാൻ, റസൂലിന്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു, റസൂൽ കരയുന്നുണ്ടായിരുന്നു. ഇവൻ ദഫൻ ചെയ്യുന്ന സമയം ഖബറിന്റെ മേൽ ആവശ്യം വന്നാൽ ചവിട്ടുകയോ ഇരിക്കുകയോ ചെയ്യാം, ജായിസാണ്. അതിന്റെ അർത്ഥം ചെയ്യണം എന്നല്ല കേട്ടോ, മുസ്ലിമിന്റെ ഖബർ എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണ്. പള്ളിക്കാട്ടിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ, പള്ളിക്കാട് ഖബറടക്കുന്ന ചിലപ്പോൾ അപ്പുറമുള്ള ഖബറിന്റെ മേലെ ചില ആൾക്കാരുണ്ടാകുക, അത് അത്യാവശ്യം നിലക്ക് ജായിസാണ്. മൂന്നാമത്തെ മസല,
ഖബറിന്റെ മേൽ അനാവശ്യമായിട്ടിരിക്കുക, അത്യാവശ്യ സമയമല്ല, എന്നാൽ പിന്നെ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ മലമൂത്ര നടത്താനോ അല്ല, വെറുതെ ഒരാൾ ഖബറിന്റെ മേലെ ഇരുന്നു. പറ്റുമോ? മക്രൂഹാണ്, പാടില്ലാത്തതാണ്. ഇതാണ് ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം. ഹനഫി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഇതേ അഭിപ്രായം, പാടില്ല എന്നുള്ളതാണ്, മക്രൂഹാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, ഖബറിന്റെ മേൽ ഒരാൾ വെറുതെ ഇരിക്കുകയോ ചവിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ജായിസാണ്. താജുൽ ഇക്ലിൽ എന്ന് പറയുന്ന കിതാബിൽ ഇത് കാണാം, മാലിക് മദ്ഹബിലെ കിതാബാണ്. ജായിസാണ്. എന്തുകൊണ്ടെന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, മദീനയിലെ ഖബറുകളിൽ, ഖബറിസ്ഥാനിൽ സഹാബാക്കളുടെ മക്കൾ ഓടിക്കളിക്കുമായിരുന്നു. അവർ ചിലപ്പോൾ ഖബറിന്റെ മേലെ ഇരിക്കും, ചിലപ്പോൾ ഖബറിന്റെ മേലെ പായും, അവർ കളിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് ഖബറിന്റെ മേൽ ഇരിക്കുന്നത് ജായിസാണ് എന്ന്. ദലീൽ എന്താ? അമലു അഹ്ലിൽ മദീന, മദീനക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മദീനക്കാരെ അമലുകൾ ദലീലല്ലാത്ത ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഖബറിന്റെ മേലെ ഇരിക്കൽ മക്രൂഹാണ്. ഇതാണ് ദലീലുകൾ വ്യത്യസ്തപ്പെടുന്നതനുസരിച്ച് ഫിഖ്ഹി മസ്അലകളുടെ ഹുക്കുമുകൾ മാറുന്നത്. അത് ഉദാഹരണമാണ് സൂചിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ ഫിഖ്ഹ് എന്ന് പറയുന്നത് അത് ഇജ്തിഹാദിന് വകയുള്ളതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതാണ്. ആർക്ക്? അതിന് യോഗ്യരായ കഴിവുള്ളതായ പണ്ഡിതന്മാർക്ക് ഇജ്തിഹാദ് അനുസരിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഫിഖ്ഹിന്റെ മസ്അലകളിൽ. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്കും അവകാശമുണ്ട്. നമ്മുടെ ഇൽമ അനുസരിച്ച് ദലീലിനോട് യോജിച്ചതേത് എന്നതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ആ ഫിഖ്ഹി മസലയിൽ എൻ്റെ അഭിപ്രായമല്ലാത്ത മറ്റൊരു അഭിപ്രായം മറ്റൊരാൾ സ്വീകരിച്ചാൽ അയാളെ തഫ്സീഖ് നടത്താനോ തബ്ദീഅ് നടത്താനോ അയാളെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ഇദ്ദേഹത്തിന് അർഹതയില്ല എന്നുകൂടി ഫിഖ്ഹിന്റെ മസലകളിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.